വയലോര കാഴ്ചകൾ നീളുന്ന നാട്ടിൽ ഇറയും താണ വൈക്കോൽ മേഞ്ഞ വീട്ടിൽ താമസം. സ്വന്തമായുള്ളത് 20 ഏക്കറിലേറെ ഭൂമി. ദശകങ്ങൾ പിന്നിട്ട ഈ വീടിനുള്ളിലിരുന്ന് ചെറുവയൽ രാമൻ എന്ന നാടിൻ്റെ നെല്ലച്ചൻ നെയ്തെടുത്ത സ്വപ്നങ്ങളെ തേടിയാണ് പത്മശ്രീ തിണക്കമെത്തിയത്. പരമ്പരാഗത നെല്ലിനങ്ങളുടെ സംരക്ഷകനായി മാറിയ ഒരു കർഷകൻ. 100 വർഷങ്ങൾ മുൻപ് വയനാട്ടിലുണ്ടായിരുന്ന നെൽവിത്തുകളിൽ 30 എണ്ണം ഇപ്പോഴും വിതയ്ക്കുന്നുണ്ട് ഇടമന കമ്മനം സ്വദേശി ചെറുവയൽ രാമൻ എന്ന രാമേട്ടൻ. അന്യം നിന്നുപോയ നിരവധി നെൽവിത്തുകളുടെ സംരക്ഷകരും സൂക്ഷിപ്പുകാരനും പ്രചാരകനുമാണ് ചെറുവയൽ രാമൻ. കാലാവസ്ഥ മാറിമറിഞ്ഞിട്ടും വെല്ലുവിളികളെ അതിജീവിച്ച് തൻ്റെ കാർഷിക സബരി തുടരുകയാണ് ഈ കർഷകൻ. പരമ്പരാഗത നെൽവിത്തുകളുടെ സംരക്ഷകൻ എന്നതിനപ്പുറം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിതം നടത്തുന്ന ഒരാൾ കൂടിയാണ് ചെറുവയൽ രാമൻ. 1952 ചെറുവയൽ കുറിച്ച തറവാടിൽ കേളപ്പൻ്റെയും തേയിയുടെയും മകനായി ജനനം. ഓർമ്മകളിലൊക്കെ കാർഷിക പെരുവ മാത്രം. 17-ാം വയസ്സിലാണ് പാരമ്പര്യം നോക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം രാമേട്ടൻ്റെ കയ്യിലെത്തുന്നത്. അമ്മാവൻ മരിച്ചതിന് പിന്നാലെ ഗോത്ര സംരക്ഷകനായി മാറി. അതൊരു ചെറിയ ഉത്തരവാദിത്തമായിരുന്നില്ല. തൻ്റെ തണലിൽ കുറിച്ച ഗോത്രത്തിലുള്ള 70ഓളം കുടുംബങ്ങൾ. അതിനിടയിൽ വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യമില്ലാതായി. 5-ാം ക്ലാസ് വരെയാണ് ആകെ പഠിച്ചത്. ഇന്ന് അദ്ദേഹം തൃശൂർ കാർഷിക സർവകലാശാല സെനറ്റ് അംഗമാണ്. ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ നടന്ന രാജ്യാന്തര സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആദിവാസികളുടെ സംസ്കാരവും ജീവിതവുമായി ബന്ധപ്പെട്ട് ബ്രസീലിൽ നടന്ന സമ്മേളനത്തിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ചെറുവയൽ രാമനാണ്. നെൽകൃഷിയെക്കുറിച്ചും വിത്തിനങ്ങളെക്കുറിച്ചുമുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകരാൻ രാമേട്ടൻ വിദേശ രാജ്യങ്ങളിലും യാത്ര ചെയ്തു. നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും രാമേട്ടനെ തേടിയെത്തി. ചെറുവയൽ രാമൻ എന്ന ഈ കർഷകന്റെ ആത്മസമർപ്പണത്തിനുള്ള അംഗീകാരമായിരുന്നു രാജ്യം പത്മശ്രീ നൽകി ഈ കർഷകനെ ആദരിച്ചത്. വയനാടിൻ്റെ നെല്ലച്ചന് മണിരത്ന ഗ്രൂപ്പിൻ്റെ ആദരം.